ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസ ഫലം. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു സമയമാണ്. 5ാം ഭാവാധിപൻ 10ാം ഇടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും. അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും വളരെയധികം ഭാഗ്യാവസ്ഥകൾ ഉള്ള ഒരു സമയമാണ്. ആയതിനാൽ പല വിധത്തിലുള്ള വിജയങ്ങൾ വന്നിച്ച് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പലതരത്തിലും തൊഴിൽപരമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയ ജനാവലി ഉണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കാരണം ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന 7ാം ഭാവത്തിലാണല്ലോ ഇപ്പം ശനി, അത് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും അത്ര കാര്യമാക്കുകയില്ല. ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രത്യേകിച്ച് ശാരീരികമായ പ്രശ്നങ്ങൾ. എന്നാൽ ശനിയുടെ ബലം കുറഞ്ഞു വരികയും മറ്റ് പവർഫുള്ളായിട്ടുള്ള ശുക്രൻ്റെയും അതുപോലെ തന്നെ ചൊവ്വായുടെയും ആദിത്യൻ്റെയും ബുധൻ്റെയും ഒക്കെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ 2025 ജനുവരി മാസത്തിൽ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നിച്ച്, പ്രത്യേകിച്ച് ശാരീരികമായ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിനും ചികിത്സകളൊക്കെ ഫലിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ശ്രേയസ്സും യശസ്സും വന്നിച്ച് പല വിധത്തിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ മറ്റുള്ളവരുടെ മോശമായ ഇടപെടൽ കൊണ്ട് ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരുടെ ദുഃഖങ്ങളൊക്കെ ഈ 2025 ജനുവരി മാസത്തിൽ മാറുകയും സന്തോഷവും ഐശ്വര്യവും ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സമാധാനപരമായ നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഈ 2025 യോഗമുണ്ട്. പ്രധാനമായിട്ട് കടങ്ങളൊക്കെ വീടുന്നതിനുമൊക്കെ യോഗമുണ്ട്. 6ാം ഭാവാധിപൻ്റെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കടങ്ങളൊക്കെ വീടുന്നതിനും സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച്, അതായത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ട് പുതിയ ഒരു തൊഴിലിനായിട്ട് ശ്രമിച്ചിട്ട് അത് ലഭിക്കാതെ വന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ഈ 2025 ജനുവരി മാസത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ശ്രമിക്കുക. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് സ്വന്തം നാട്ടിലോ മറ്റ് മറുനാട്ടിലോ ഒക്കെ ജോലി കിട്ടുവാനായിട്ട് യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയും വന്നുചേരും. അതായത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെയും ധനസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന ബുധൻ 5ാം ഇടത്ത് നിപുണയോഗപ്രദനായിട്ട് നിൽക്കുന്ന ഈ മാസം വളരെയധികം നല്ല ധനാഗമന യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. പ്രതിഭാസ്ഥാനത്ത് ഒരു എവിടെയും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു മാന്യതയൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. അധിക സാഹസികത പാടില്ല. ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താന യോഗം ഉണ്ടാകുന്നതിനും ഒരു യോഗമുണ്ട്. കൂടാതെ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ സന്താനങ്ങളെ കൊണ്ട് ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ യോഗമുള്ള ഒരു മാസമാണ് ഈ ജനുവരി മാസം. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും, പ്രത്യേകിച്ച് ശുക്രൻ്റെയൊക്കെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും സർക്കാർ ജോലി, പ്രത്യേകിച്ച് അധ്യാപകരായിരിക്കുന്നവരും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരും എന്ത് തന്നെയായാലും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ മാസം വളരെയധികം പുരോഗതികളും ധനാഗമന യോഗവും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ യോഗമാണ്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനൊക്കെ
യോഗമുള്ള ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക, സംസാരത്തിലൊക്കെ ഒരു ഭേദഗതിയൊക്കെ വരുത്തുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ഈ രാശിക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. അത് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കൂടാതെ ജലധാര പോലെയുള്ള വഴിപാടുകളോ പായസം, മാല, എണ്ണ, നെയ്വിളക്ക് ഒക്കെ സമർപ്പിക്കുക. കൂവളത്തിൻ്റെ ഇലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയും ദോഷങ്ങളൊക്കെ മാറുകയും ചെയ്യും. കൂടാതെ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിക്കുക. ബ്രഹ്മരക്ഷസിൻ്റെതായ ഒരു അനുഗ്രഹവും ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. നാഗരാജാവിന് തൊട്ടടുത്തുള്ള സർപ്പക്കാവിലാണെങ്കിലും ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അഭിവൃദ്ധികൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കും. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.